നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. എടമുട്ടം പാലപ്പെട്ടിയിൽ മാറ്റിസ്ഥാപിച്ച ബീവറേജ് ഔട്ട്ലെറ്റിനെതിരെ BJP കോൺഗ്രസ് പ്രതിഷേധം ശക്തമാകുന്നു. കയ്പമംഗലം ചെളിങ്ങാട് യുവാവിനെ വെട്ടി പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കൂരിക്കുഴി ഇഴ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി സമാധി ദിനത്തിൽ വാക്കും വരയും സംഘടിപ്പിച്ചു. എടമുട്ടം പാലപ്പെട്ടിയിൽ മാറ്റിസ്ഥാപിച്ച ബിവറേജ് ഔട്ട്ലെറ്റിനെതിരെ BJP കോൺഗ്രസ് പ്രതിഷേധം ശക്തമാകുന്നു. ഔട്ട്ലെറ്റിന് ഒത്താശ നൽകിയെന്നാരോപിച്ച് BJP പ്രവർത്തകർ വലപ്പാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയപ്പോൾ ഔട്ട്ലെറ്റിന് സ്റ്റോപ്പ് മെമ്മോ ആവശ്യപ്പെടുത്തിയ കോൺഗ്രസ് പ്രവർത്തകരും സ്ഥലത്തെത്തിയ DYFI പ്രവർത്തകരും തമ്മിൽ സംഘർഷത്തിനിടയാക്കി. ആനവിഴുങ്ങിയിൽ നിന്ന് പാലപ്പെട്ടിയിലേക്ക് ബിവറേജ് ഔട്ട്ലെറ്റ് മാറ്റി സ്ഥാപിച്ചതോടെ ഇടതുപക്ഷം ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ പ്രതിഷേധം ശക്തമാകുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്. DCC ജനറൽ സെക്രട്ടറിമാരായ അനിൽ പുളിക്കൽ, VR വിജയൻ, കോൺഗ്രസ് വലപ്പാട് മണ്ഡലം പ്രസിഡന്റ് KV മോഹനൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ കോൺഗ്രസ് പ്രവർത്തകർ ബിവറേജ് ഔട്ട്ലെറ്റിന് സ്റ്റോപ്പ് മെമ്മോ നൽകണമെന്ന നിവേദനവുമായി വലപ്പാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലെത്തി. 2 ദിവസത്തിനുള്ളിൽ ഭരണസമിതി യോഗം വിളിച്ച് തീരുമാനം അറിയിക്കാമെന്ന നിലപാടായിരുന്നു വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK തോമസിന്റേത്. കൃത്യമായ തീരുമാനം അറിയിക്കണമെന്ന് DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ ആവശ്യപ്പെടുന്നതിനിടെ സ്ഥലത്ത് CPM DYFI പ്രവർത്തകരും തടിച്ചുകൂടി. പാർട്ടി പ്രവർത്തകർ പിന്തുണയുമായി എത്തിയതോടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും മറ്റു കോൺഗ്രസ് നേതാക്കളോട് രൂക്ഷമായാണ് പ്രതികരിച്ചത്. വിവരമറിഞ്ഞ് വലപ്പാട് SI മഹേഷ് കണ്ടമ്പേത്തും സംഘവും സ്ഥലത്തെത്തിയിരുന്നു. ഇതിനിടെ കോൺഗ്രസ് നേതാക്കൾ പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനം കൈമാറി. നിവേദനത്തിന്മേൽ ഉടൻ തീരുമാനം അറിയിക്കണമെന്നായിരുന്നു നേതാക്കളുടെ ആവശ്യം. ഇന്ന് അവധി ദിനമായതിനാൽ 2 ദിവസം കഴിഞ്ഞ് മറുപടി നൽകാമെന്ന് സെക്രട്ടേറിയറ്റ് നിലപാട് കോൺഗ്രസ് നേതാക്കൾ എതിർത്തു. തർക്കം രൂക്ഷമാകുന്നതിനിടെ കോൺഗ്രസ് നേതാക്കളെ ഓഫീസിൽ നിന്ന് പുറത്താക്കാൻ പോലീസും ശ്രമം നടത്തി. ഇതോടെ വൈകിട്ട് 3 മണിയോടെ തീരുമാനം അറിയിക്കാമെന്ന് സെക്രട്ടറിയും വ്യക്തമാക്കി. തുടർന്ന് ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങുന്നതിനിടെ യൂത്ത് കോൺഗ്രസ് നേതാവും ഇസ്മായിൽ അറക്കൽ DYFI പ്രവർത്തകരും തമ്മിൽ രൂക്ഷമായ വാക്കേറ്റം നടന്നു. പ്രശ്നം കയ്യാങ്കളിയിലേക്ക് നീങ്ങുമെന്ന് ഉറപ്പായതോടെ പോലീസ് ഇടപെട്ട് ഇരു കൂട്ടരെയും പിന്തിരിപ്പിക്കുകയായിരുന്നു. സ്റ്റോപ്പ് മെമ്മോ നൽകിയില്ലെങ്കിൽ നാളെ പാലപ്പെട്ടി ബിവറേജ് ഔട്ട്ലെറ്റിലേക്ക് മാർച്ച് നടത്താനുള്ള തീരുമാനത്തിലാണ് കോൺഗ്രസ്. വൈകിട്ട് എടമുട്ടത്ത് നിന്നാണ് മാർച്ച് നടത്തുക. കോൺഗ്രസ് നേതാക്കൾ നിവേദനം നൽകി മടങ്ങിയതിന് പിന്നാലെ BJP വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വലപ്പാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കോതകുളത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ പുതിയ ഔട്ട്ലെറ്റ് സ്ഥിതി ചെയ്യുന്ന 5ാം വാർഡ് BJP അംഗം ലെന്നി ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് പ്രമിള സുദർശൻ മുഖ്യപ്രഭാഷണം നടത്തി. BJP വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് വാസുദേവൻ തെക്കിനിയടുത്ത് അധ്യക്ഷനായിരുന്നു. പട്ടികജാതി മോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി PR ആനന്ദൻ, BJP നാട്ടിക മണ്ഡലം പ്രസിഡന്റ് സേവിൻ വള്ളത്ത്, യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ഷൈൻ നെടിയിപ്പിൽ, KV അരുണാഗിരി, നാസർ തങ്ങൾ എന്നിവർ സംസാരിച്ചു. വരും ദിവസങ്ങളിലും പ്രതിഷേധം ശക്തമാക്കുവാനുള്ള തീരുമാനത്തിലാണ് BJPയും കോൺഗ്രസും. കയ്പമംഗലം ചെളിങ്ങാട് യുവാവിനെ വെട്ടി പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പ്രതികൾ ഉപയോഗിച്ചിരുന്ന ഓട്ടോറിക്ഷ ഉപേക്ഷിച്ച നിലയിൽ കോഴിക്കോട് നിന്നും കണ്ടെത്തി. ഇന്ന് രാവിലെയാണ് ചെറവായൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു വീടിന് മുൻപിൽ ഓട്ടോറിക്ഷ കണ്ടെത്തിയത്. പ്രതികൾ വാഹനം ഉപേക്ഷിച്ച് കടന്നതാകാമെന്ന് പോലീസ് പറഞ്ഞു. പ്രതികളിൽ ഒരാളായ കണ്ണന്റെ ഉടമസ്ഥയിലുള്ളതാണ് ഓട്ടോറിക്ഷ. ഞായറാഴ്ച പുലർച്ചെയാണ് വഴിയമ്പലം കിഴക്ക് മലയാറ്റിൽ ക്ഷേത്രത്തിനടുത്ത് പരത്തേഴുത്ത് സഗീറിന്റെ മകൻ റാഫിക്ക് വെട്ടേറ്റത്. നെഞ്ചിൽ ആഴത്തിലുള്ള മുറിവേറ്റ് ഗുരുതരാവസ്ഥയിൽ റാഫി എറണാകുളം അമൃത ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് BJP പ്രവർത്തകരും പരിസരവാസികളായ സുമേഷ്, ജിനോജ്, ഉണ്ണികൃഷ്ണൻ, പ്രശാന്ത്, സജീവ് എന്നിവർക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കി. കൊടുങ്ങല്ലൂർ CI BC ബിജുകുമാർ, മതിലകം SI KS സുശാന്ത് എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് മേഖലയിൽ പോലീസ് പിക്കറ്റിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂരിക്കുഴി ഇഴ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി സമാധി ദിനത്തിൽ വാക്കും വരയും സംഘടിപ്പിച്ചു. കാളമുറി സെന്ററിൽ നടന്ന ചടങ്ങിൽ ചിത്രകാരനും ചലച്ചിത്ര സംവിധായകനുമായ അമ്പിളി ഉദ്ഘാടനം ചെയ്തു. വലിയ വികാരമാണ് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി. 69 വർഷം കഴിയുന്നു അദ്ദേഹം രക്തസാക്ഷിയായിട്ട്. ഇന്ന് ഇങ്ങനൊരു ചടങ്ങ് സംഘടിപ്പിച്ച ഈഴ സാംസ്കാരിക
വേദിയുടെ പ്രവർത്തകരെ ഞാൻ മനസ്സുകൊണ്ട് നമസ്കരിക്കുന്നു. ഗാന്ധിസം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഗാന്ധിജി ആരായിരുന്നു എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാലഘട്ടം. അത് വളരെ വേദനാജനകമാണ്. ഈഴ സാംസ്കാരിക വേദി ചെയർമാൻ KB അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേഷ്, തിരക്കഥാകൃത്ത് KB രാജു, ഷൈൻ ശ്രീവത്സം, KS സജിത്രൻ എന്നിവർ സംസാരിച്ചു. ഫാസിസ്റ്റുകൾ ഗാന്ധിജിയെ വിഴുങ്ങുന്നതിനെതിരെ എന്ന വിഷയത്തിൽ കലാകാരന്മാർ ചിത്രങ്ങൾ വരച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭാ പ്രദേശത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് കൗൺസിലർമാർ വാട്ടർ അതോറിറ്റി ഓഫീസിന് മുൻപിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. പുല്ലൂറ്റ്, കോട്ടപ്പുറം, കോട്ട, കക്കമാടൻതുരുത്ത് എന്നീ പ്രദേശങ്ങളിൽ ശുദ്ധജലക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിലാണ് പ്രതിപക്ഷത്തെ കോൺഗ്രസ് കൗൺസിലർമാർ സമരം നടത്തിയത്. നിരവധി തവണ പരാതി ഉന്നയിച്ചിട്ടും നടപടിയില്ലാത്ത സാഹചര്യത്തിലാണ് കുത്തിയിരിപ്പ് സമരം നടത്തിയതെന്ന് പ്രതിപക്ഷ കൗൺസിലർമാർ പറഞ്ഞു. കോൺഗ്രസ് നഗരസഭാ കക്ഷി നേതാവ് VM ജോണി, ഗീതാദേവി, കവിത മധു, പ്രിൻസി മാർട്ടിൻ എന്നിവർ കുത്തിയിരിപ്പ് സമരത്തിന് നേതൃത്വം നൽകി. പറഞ്ഞ് സഹിക്കാൻ പറ്റാണ്ടാണ് കൊടുങ്ങല്ലൂർ നഗരസഭാ പാർലമെന്ററി പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ ഇങ്ങനൊരു പിക്കറ്റിംഗ് സമരം, ഒരു ഉപരോധ സമരം ഞങ്ങൾ ഏർപ്പെടുത്തുന്നത്. തീരെ നിവൃത്തിയില്ലാത്തൊരു ഘട്ടം വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സമരത്തിലൂടെ ഞങ്ങൾ ഇറങ്ങിത്തിരിച്ചത്. ഇടവേള.